പ്രജിൻ ആൻഡ് സ്മിത, ഇരുവർക്കും സ്വാഗതം. എന്താണ് തൃശ്ശൂരിലെ കാഴ്ചകൾ? ഇപ്പോൾ അവിടെ ഇഞ്ചോടിഞ്ച് മത്സരം നടക്കുന്നുണ്ട്, അതൊക്കെ അവിടെ നടക്കട്ടെ. എനിക്ക് തോന്നുന്നത് ഈ കലോത്സവ വേദിയിലെ പോയിന്റ് പട്ടികയ്ക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല എന്ന് തോന്നുന്നു. രണ്ടാം ദിവസത്തെ പകൽ അവസാനിക്കുമ്പോൾ എന്താണ് തൃശ്ശൂരിലെ കാഴ്ചകൾ? അവിടുത്തെ വേദികൾ എത്രത്തോളം സമ്പന്നമാണ്? ഇന്ന് ഏറ്റവും ജനപ്രിയ ഇനങ്ങളായിരുന്നല്ലോ വേദികളിൽ അരങ്ങ് തകർത്തത്. എന്തൊക്കെയാണ് തൃശ്ശൂരിലെ വിശേഷങ്ങൾ? തീർച്ചയായിട്ടും എസ് വിജയകുമാർ അറിയാം, ഇവിടെ ഒരു തൃശ്ശൂരിൽ ഒരു പൂരം നടക്കുമ്പോൾ എല്ലാ വർഷവും വരുന്നയാളാണ് എസ് വിജയകുമാർ. അവിടുത്തെ പൂരത്തിന്റെ ഒരു ലഹരി കൃത്യമായി അറിയുന്ന ആൾ കൂടിയാണ് എസ് വിജയകുമാർ. അപ്പൊ അതിനുപോലെ ഒരുപക്ഷെ അതിനേക്കാൾ ഉപരി എന്ന് പറയാം. കാരണം കഴിഞ്ഞ ദിവസം തുടങ്ങിയത് ഇന്നും തുടരുന്ന നമ്മുടെ സംസ്ഥാന സ്കൂൾ കലാമേള മറ്റൊരു കലാപൂരമായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഓരോ മണിക്കൂറിലും കൊട്ടിക്കയറുന്ന ഇലഞ്ഞിത്തറ മേളം പോലെ അത് ആസ്വാദികരമായി മാറുകയാണ്. അതെ, ഇന്നിപ്പോ രണ്ടാം ദിവസം അവസാനിക്കാറായിരിക്കുന്നു, രാത്രി ആയിരിക്കുന്നു. ഒരുപാട് പേര് ഇങ്ങോട്ടൊക്കെ ഒഴുകിയെത്തുന്നുണ്ട്. കാരണം നല്ല ചൂടുള്ള ഒരു പകലിന്റെ വൈകിട്ടാണ്, നല്ല സുഖമുള്ള കാലാവസ്ഥയാണ്. തൃശ്ശൂർക്കാർക്ക് ഈ ഗ്രൗണ്ടിൽ ഇങ്ങനെ നടക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് എല്ലാ ദിവസത്തെയും ശീലമാണ്. പക്ഷേ ഇവിടെ എത്തുന്ന മത്സരാർത്ഥികളെ കാണാൻ നമ്മളെല്ലാവരോടും സൗഹൃദം പങ്കുവയ്ക്കാനായിട്ട് അവരിങ്ങനെ വരുന്നുണ്ട്. നമ്മളും അതിൻ്റെ ഒരു സന്തോഷത്തിൽ കൂടിയാണ് വിജയകുമാർ. കലോത്സവം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ആ കൊച്ചുകുട്ടിയൊക്കെ പുറത്തിറങ്ങുന്നത്, ഇതുണ്ട് എൻ്റെയൊക്കെ കയ്യിൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറേ ഉണ്ട്. ഇവിടെ ഇങ്ങനെ അതൊക്കെ ആസ്വദിച്ചുകൂടിയാണ് നമ്മൾ നടക്കുന്നത്. വാങ്ങിയതാ, കാശ് കൊടുത്ത് വാങ്ങിയതാ കേട്ടോ, നല്ല കാശ് കൊടുത്ത്. ഒരു ഉത്സവപ്പറമ്പിൽ എങ്ങനെയാണോ നമ്മൾ പോവുക അതുപോലെയാണ് ഇവിടത്തേക്ക് പുരുഷാരം ഇങ്ങനെ ഒഴുകിയെത്തുന്നത്. ഞാൻ സമാനമായി പറയാണ്, ഒരു പൂരത്തിലേക്ക്, ഒരു പൂരനഗരിയിലേക്ക് വരുന്നത് പോലെ ആൾക്കാരെല്ലാം വരുന്നു, ഓരോ വേദിയിലേക്ക് പോകുന്നു. മൊത്തത്തിലൊരു വൈബാണ്, ഒരു ഉത്സവ വൈബാണെന്ന് പറയാം. അടിപൊളിയാണ് വിജയകുമാർ. അതിന്റെ ഒപ്പം തന്നെ ഒരു കാര്യം പറയണം, കുട്ടികളൊക്കെ തന്നെ ഇങ്ങനെ മത്സരാർത്ഥികൾ ഓരോരുത്തരായിട്ട് വരുമ്പോഴും അവരോടൊക്കെ ചോദിക്കുമ്പോൾ വിജയകുമാർ പറഞ്ഞ ഒരു കാര്യം തന്നെയാണ്, മത്സരത്തിൽ ആര് കപ്പടിക്കും എന്നുള്ളതിനേക്കാൾ അവർ വലിയ സന്തോഷമായിട്ട് ആഘോഷത്തോടെ കുട്ടികളും രക്ഷകർത്താക്കളും ഒക്കെ ഇങ്ങനെ വരുന്നു. അവർ കുറച്ച് ദിവസം താമസിച്ച് അടിച്ച് പൊളിച്ച് തിരിച്ചു പോകുന്നു എന്നുള്ളതാണ്. നമ്മുടെ കേരളത്തിൽ നിന്നുള്ളത് മാത്രമല്ല, മലയാളികൾ ദൂരദേശങ്ങളിൽ നിന്ന് വരെ ഈ വെക്കേഷൻ സമയത്ത് ഇവിടെ എത്തി, അങ്ങനെ അവരും ഇവിടെ എത്തുന്നു നമ്മളെ കാണാനൊക്കെ. ഇതിനിടയ്ക്ക് ഒരു കാര്യം പറയണല്ലോ, വിജയകുമാർ എപ്പോൾ ഇങ്ങോട്ട് എത്തും എന്ന് പലരും ഇവിടെ വന്നിറങ്ങിയതിന് ശേഷം നമ്മളോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വിജയകുമാർ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ എത്തണമെന്നാണ്, പൂരനഗരിയിലേക്ക് വരണം എന്നാണ്, കലാപൂരനഗരിയിലേക്ക് വരണം എന്നാണ് നമുക്കും പറയാനുള്ളത്. ഇന്നിപ്പോൾ ഏതൊക്കെയായിരുന്നു ജനപ്രിയ ഇനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും ജനപ്രിയ ഇനങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഇത്തവണത്തെ ഷെഡ്യൂൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇന്നിപ്പോ മിമിക്രി ഉണ്ടായിരുന്നു, കേരള നടനം തൊട്ട് ഇങ്ങോട്ട് എല്ലാം ഇഷ്ടമുള്ള ഒപ്പന ഉണ്ടായിരുന്നു, നാടകത്തിലെ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നാടകത്തിലെ ഓരോ ഇനങ്ങളും ഓരോ ഐറ്റങ്ങളും ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്ന് വേണ്ട ഈ പറയുന്ന പോലെ മംഗലങ്ങളി ഉണ്ട്, പണിയ നൃത്തം, അങ്ങനെ ജനപ്രിയ ഇനങ്ങളെല്ലാം എല്ലാ ദിവസവും വരുന്നത് പോലെയാണ് ഇത്തവണത്തെ ഷെഡ്യൂൾ എന്ന് പറയാം. പ്രജിന്റെ സഹോദരിയുടെ കുട്ടിക്ക് സമ്മാനം കിട്ടിയോ എന്നൊരു പ്രേക്ഷകൻ ചോദിക്കുന്നുണ്ട്. പ്രജിൻ, സമ്മാനം കിട്ടി, അതൊരു വലിയ അഭിമാനം, സന്തോഷമൊക്കെയാണ്. അതെ, 24-ന്റെ പവലിൽ അവർ വരികയും ചെയ്തു, ഞാൻ അവരുടെ കൂടെ കൂടുകയും ചെയ്തു. എന്നെ പറ്റിച്ചവര് വന്നിട്ട് അമ്മാവനും കൂടെ വന്നു എന്നൊക്കെ പറഞ്ഞപ്പോ പ്രജിൻ കയറി വന്നു. ഞാൻ പറഞ്ഞു, പ്രജിൻ എന്താ മൈക്കില്ലാതെ വരുന്നതെന്ന് എന്റെ വിചാരം. വിജയകുമാർ ഹയർ സെക്കൻഡറി വിഭാഗത്തിലാണ് പേര് മത്സരിച്ചത്. അപ്പം അത് വലിയ സന്തോഷവും അഭിമാനവും ഒക്കെയാണ്. കൺഗ്രാറ്റുലേഷൻസ് ഒരിക്കൽ കൂടി. പിന്നെ പറയേണ്ട കാര്യം വിജയകുമാർ പറയണം, മേളപ്പെരുക്കം കേട്ട് നമ്മളിങ്ങനെ എന്താ പറയാ, അതിലങ്ങനെ ഒരു മേളപ്രമാണിയാണ് അവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കാര്യം പറയാതെ വയ്യ. വരണം മിസ്റ്റർ വിജയകുമാർ ഇങ്ങോട്ട്. അതെ, തീർച്ചയായിട്ടും ഇതൊന്ന് ആസ്വദിക്കണം. എന്തായാലും വരുന്നറിയാം, എങ്കിലും പറയുന്നേ ഉള്ളൂ. പ്രേക്ഷകർക്കായി പറയാണ്, എസ് വിജയകുമാറും സംഘവും വൈകാതെ തന്നെ കലാപൂരം നഗരിയിലേക്ക് എത്തും. അതെ, പോയിന്റിൽ വലിയ കാര്യമില്ലെങ്കിലും ഒരു മത്സരം, ഒരു സൗഹൃദ മത്സരം, ആരോഗ്യകരമായ മത്സരം എന്ന് വേണമെങ്കിൽ പറയാം. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. ഓരോ ഇനങ്ങൾ കഴിയുന്നതോറും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 108 ഇനങ്ങൾ, നേരത്തെ 104 നമ്മൾ തുടക്കത്തിൽ പറഞ്ഞെങ്കിൽ 108 ഇനങ്ങൾ ഇതിനോടകം പൂർത്തിയായി കഴിഞ്ഞു. ഇന്ന് 58 ഇനങ്ങളാണ് വേദിയിലെത്തിയത്. അതിൽ 14 ഇനങ്ങൾ ഇനിയും പൂർത്തിയാവാൻ ബാക്കിയുണ്ട്. അപ്പോൾ 108 ഇനങ്ങൾ ഇന്നലെയും ഇന്നുമായി പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് കണ്ണൂർ, എന്റെ ജില്ല, മുന്നിട്ട് നിൽക്കുകയാണ്. 432 പോയിന്റുമായി കണ്ണൂർ ജില്ല ഒന്നാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നു. വ്യക്തമായ ലീഡുണ്ട്, കാരണം കോഴിക്കോടിന് ഇപ്പോൾ 428 പോയിന്റ് മാത്രമാണുള്ളത്. 4 പോയിന്റ് വ്യത്യാസം എന്നൊക്കെ പറയുമ്പോൾ അറിയാമല്ലോ, കലോത്സവത്തിൽ, സംസ്ഥാന കലോത്സവത്തിൽ അതൊക്കെ വലിയ വ്യത്യാസമാണ്. പക്ഷേ അതൊക്കെ മാറിയും ഇനി ഏതാണ്ട് 149 ഇനങ്ങൾ ആരെങ്കിലും എത്താനുമുണ്ട്. മൂന്നാം സ്ഥാനത്ത് ആതിഥേയ ജില്ലയാണ്, അവരുടെ കയ്യിലാണ് ഇപ്പോൾ കപ്പിരിക്കുന്നത്. അവരും നല്ല ഫൈറ്റ് ഉണ്ട്. 426 പോയിന്റാണ് തൃശ്ശൂർ ഇതിനോടകം കരസ്ഥമാക്കിയിരിക്കുന്നത്.
ഇനി പാലക്കാട് ജില്ല തൊട്ടടുത്ത സ്ഥാനത്ത് 416 പോയിന്റുമായി ഉണ്ട്. തിരുവനന്തപുരം 410, കൊല്ലം 406, എറണാകുളം 404, മലപ്പുറം 403, കോട്ടയം 397, കാസർഗോഡ് 389, വയനാട് 385, ആലപ്പുഴ 380, പത്തനംതിട്ട 364, ഇടുക്കി 340. അങ്ങനെയാണ് അതങ്ങനെ പോകുന്നത്. അപ്പോൾ വിജയകുമാർ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അറിയാൻ വേണ്ടി പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏത് ജില്ല കപ്പടിച്ചാലും വലിയ സന്തോഷമാണ്. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഓരോ വർഷവും മെച്ചപ്പെട്ടതാക്കി മാറ്റുന്നു. സന്തോഷമുള്ള ഈ രാത്രി പോലെ, ഈ രാത്രി നോക്കൂ എത്ര ആഘോഷഭരിതമായിട്ടുള്ള ഒരു രാത്രിയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.